ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഓവണില്ലാതെ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാല ബന്നിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1.5 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് ഇളം ചൂടുള്ള പാല്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് മൈദേൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദേൻ്റെ ആവശ്യമുള്ളൂ. 1 കപ്പ് മൈദക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ കുറച്ചിട്ട് ഈസ്റ്റ്, 1 കപ്പ് മൈദ, 1/4 കപ്പ് പാല്, ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കുഴച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറച്ച് ലൂസിൽ തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും അരിഞ്ഞതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും സോയാ സോസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ മസാല ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ചീസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുള്ള മാവാണ്. ഇത് കൈവച്ച് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല ചെറുതായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് മാക്സിമം നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതിനുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് നല്ലോണം വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ മസാല കുറഞ്ഞിട്ടായിരിക്കും തോന്നുക. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് സെറ്റ് ചെയ്ത് തന്നത്. ഇപ്പോൾ ഓവൻ ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടാൽ മതിയാവും. ഞാനിപ്പം പാനിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം.
ഇനി ഇതിൻ്റെ മുകളിൽ മുട്ട തടവി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇതിനി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പാൻ ചൂടാകുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.